വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ള ഈ ദുപ്പട്ട കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ള കോട്ടൺ കളക്ഷൻ ഇട്ടായിരുന്നു. ഒത്തിരി കമൻ്റ് ആയിരുന്നു. അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ കുറച്ച് ഇതിൻ്റെ ജോർജറ്റ് കളക്ഷൻസ് ഇരിപ്പുണ്ട്. അതായത് ഷോപ്പിലെ കളക്ഷൻസിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ നമുക്ക് ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് യുണീക്ക് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ എനിക്ക് പാട്. കാരണം ഓരോന്നും ഓരോ പ്രൊഡക്റ്റായിട്ട് തന്നെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഈ ഒരു കുറച്ച് സെറ്റ്സും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിലിംഗ് ഞാൻ പറയണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് കോട്ടൺ സെറ്റ്സാണ്. അതിൻ്റെ തന്നെ ഇത് ജോർജറ്റ് സെറ്റ്സിലാണ് വന്നേക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള ഫോമിലാണ് ഇത് വന്നേക്കുന്നത്. നല്ല പ്യുവർ ഷിഫോൺ ഫാബ്രിക്, ഓർഗാനിക് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിലിംഗ് പറയേണ്ട നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് 2650 റേഞ്ചാണ് വന്നേക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ വേഗം പോയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെടുന്നത് വേഗം സൈറ്റ് ബുക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ അഡ്രസ്സും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഷോപ്പിൽ വരാൻ പറ്റുവാണെങ്കിൽ നോക്കിയൊക്കെ എടുക്കാൻ പറ്റും. ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റാൻഡം പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പീസസ് കാണിക്കാം. ബാക്കി കുറച്ച് ഫോട്ടോസും കൂടെ അപ്ലോഡ് ചെയ്തൊക്കെ വേഗം നമുക്ക് കളക്ഷൻസ് കണ്ടുപോകാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് വിത്ത് ബ്ലൂ കോമ്പിനേഷൻ. ജോർജറ്റാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ചെറിയൊരു 1/2 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് വേണം ചെയ്യാണ്ട്. ഇത് പ്യുവർ ഫോമിലുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ്. നല്ല ഭംഗിയും നല്ല കളർ കോമ്പിനേഷനുമാണ്. 2650 പാനൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മിറർ വർക്ക്, ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ ബ്ലാക്കും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ റെഡ് വിത്ത് യെല്ലോ കോമ്പിനേഷൻ. നല്ല ഫ്ലോയി ആണ്. നല്ല കൂളായിട്ടുള്ള ഫാബ്രിക്. നമുക്കിത് എപ്പോഴും ഇടാൻ തോന്നുന്നൊരു ഫാബ്രിക്കാണ്. ഇഷ്ടപ്പെടും നമുക്ക് ഇട്ട് കഴിഞ്ഞാലും. ഇതിൽ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും. ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇത് ഭയങ്കര യുണീക്കാണ്. നമ്മൾ ഇട്ടാൽ നല്ലൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇട്ടാൽ ശ്രദ്ധിക്കുമല്ലോ. അതുപോലത്തെ ഒരു ഫാബ്രിക്കുമാണ്. നല്ല കംഫിയാണ് കേട്ടോ. വേറെ ഇട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. യെല്ലോ വിത്ത് ഗ്രേ കോമ്പിനേഷൻ. ഇതാ ദുപ്പട്ടയിൽ അതുപോലെ തന്നെ മിറർ വർക്ക് വന്നിട്ടുണ്ട്. ബോട്ടം ഇങ്ങനെ. ഇപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഡീറ്റെയിൽസ് പറയുന്നത്. ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ കളർ കണ്ടിട്ട്. താഴെ വർക്ക് വന്നിരിക്കുന്നത്. യോക്കൊന്നും വേണ്ടാത്തവർക്ക് അങ്ങനെ എടുക്കാം. ഇതിൻ്റെ തന്നെ ചന്നൂർ സിൽക്കും സൂപ്പർ നെറ്റും നമുക്ക് ഷോപ്പിലുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചെയ്യാം ഞാൻ വീഡിയോസ്. ഇത് ഈ പറഞ്ഞതുപോലെ യൂണീക്ക് കളക്ഷൻ ആയതുകൊണ്ടാണ് ഓരോന്നും അപ്ലോഡ് ചെയ്യണം സൈറ്റിൽ. അതുകൊണ്ട് വേഗം സ്റ്റോക്ക് ഔട്ട് ആവുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഗ്രീൻ വിത്ത് വയലറ്റ് കോമ്പിനേഷൻ. അതായത് ഇതുപോലെ വർക്ക് കേട്ടോ. മിറർ വർക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ മിറർ വർക്ക് വന്നിട്ടില്ല. അപ്പോൾ കുറേ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ, മാഡം ഇത് ഡിമാൻഡഡ് ആണെങ്കിൽ പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്തുകൂടെ എന്ന്. പക്ഷേ ഇത് ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒത്തിരി ദിവസം ഞാനൊരു 6 മന്ത്സിന് മുമ്പൊക്കെ കൊടുത്തിട്ടാണ് നമുക്കിത് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നല്ല ഐറ്റാണ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു ഐറ്റാണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു ഫാബ്രിക്കാണ്. മിറർ വർക്കും പോയിട്ടുണ്ട്. പാനൽ കട്ടിങ്ങിലാണ് പോയേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ കേട്ടോ. നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ ബ്ലൂ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ. എല്ലാ കോമ്പിനേഷനും നല്ല കളേഴ്സാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. എല്ലാം ഇഷ്ടപ്പെടും. ഇട്ടാലും ഒരു പ്രത്യേക ഭംഗിയാണ്. സ്ട്രെയിറ്റ് പാൻറ്റോ അല്ലെങ്കിൽ ചുടിയോ തയ്ക്കുക കേട്ടോ. നല്ല രസമായിട്ടിരിക്കും. നല്ല പക്ക ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സെറ്റാണ്. മെറൂൺ വിത്ത് യെല്ലോ കോമ്പിനേഷൻ. നല്ല ഫ്ലോറൽ പാറ്റേൺ. ദുപ്പട്ട ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള വൈറ്റും ഗ്രേയും കൂടെയുള്ള കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ഞാൻ ഇതിൻ്റെ തന്നെ കുറേ ടൈപ്പ് തയ്ച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ടാവും. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ബോട്ടം ഇങ്ങനെ. പിന്നെ വാഷ് കെയർ പറയാനാണെങ്കിൽ നോർമൽ നിങ്ങൾ ഹാൻഡ് വാഷ് തന്നെ ചെയ്താൽ മതി. ഡ്രൈ വാഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ നോർമലി ഹാൻഡ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി ഒത്തിരി നേരം ഡിറ്റർജൻറ്റിലൊന്നും മുക്കി വെക്കരുത്. ചെറുതായിട്ട് ഷാമ്പൂ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഡിപ്പ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഷെയ്ഡിൽ ഉണക്കുക.
തിരിച്ചിട്ടുണക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വെയിലത്തൊന്നും നല്ല ഡ്രസ്സുകളൊന്നും ഇടരുത്. നമ്മൾ പുറത്തിടുന്ന ഡ്രസ്സസ് എപ്പോഴും കെയർ ചെയ്ത് യൂസ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോഴും കെയർ ചെയ്യുക. നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഡ്രസ്സ് നമുക്ക് കെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കും. നോക്കി കെയർ ചെയ്ത് വാഷ് ചെയ്താൽ മതി. നല്ല ഗ്രീനും നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻ. ബ്രിക്ക് റെഡിൻ്റെ ഡാർക്ക് ടോൺ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഡാർക്ക് ടോൺ എന്ന് പറയാം. ബോട്ടം എങ്ങനെ. ഇനി വരുന്നത് യെല്ലോ വിത്ത് ലാവൻഡർ. ഇതൊരു സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ്, കൂളാണ് കേട്ടോ ഫാബ്രിക്. ദുപ്പട്ട ഇതുപോലെ. കളേഴ്സ് സെയിം ചിലപ്പം വരും, പക്ഷേ ഇതിനകത്ത് ഡിസൈനൊക്കെ ഡിഫറെൻറ്റ് വരും. അതുകൊണ്ട് ഞാൻ ഓരോന്നും നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡാർക്ക് ബർഗൻഡി വിത്ത് ഒരു ബേജിൻ്റെ ലൈറ്റ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു വൈഡ് റൗണ്ടോ സ്ക്വയറിനൊക്കെ ഒക്കെ എടുത്ത് സിമ്പിളായിട്ട് തയ്ച്ചാൽ മതി. നെക്സ്റ്റ് ഡിസൈൻ റെഡ് വിത്ത് പിങ്ക് കോമ്പിനേഷൻ. നല്ല ഭംഗിയുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ദുപ്പട്ട ഇത് ഓരോ തവണയും നമുക്ക് റേറ്റ് കൂടിക്കൂടിയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ. കാരണം ഇതിൻ്റെ മേക്കിംഗ് നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ നേരത്തെ കൊടുത്ത് ബുക്ക് ചെയ്താലാണ് അതിൻ്റെ ഒരു ഇതിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ 2650 വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത്തവണ വേണ്ടവർ വേഗം തന്നെ ഈ റേറ്റിലുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്തോ കേട്ടോ. ഗ്രീൻ വിത്ത് പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത്. ദുപ്പട്ട ഇങ്ങനെ. ഇതൊക്കെ കിട്ടാൻ ഇപ്പോൾ റെയറാണ്. കാരണം ഇത് പ്യുവർ ഫോമാണ്. ഓർഗാനിക് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പുതിയ സ്പീഡിൽ ചെയ്യാവുന്ന മെത്തേഡിലാണല്ലോ എല്ലാം ചെയ്തു വരുന്നത്. ഇതൊക്കെ ഓർഗാനിക് നല്ല ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്തു വരുന്നതുകൊണ്ടാണ് ആ ഒരു റേറ്റിങ്ങും നമുക്ക് ടൈമും എടുക്കുന്നത് ചെയ്തു വരാനായിട്ട്. ദുപ്പട്ടയിൽ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്യുവറായിട്ടുള്ള ഫോം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് നെക്സ്റ്റ് വൺ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഇനി വരുന്നത് പീച്ച് വിത്ത് വയലറ്റ് കോമ്പിനേഷൻ. വീനെക്ക് പാറ്റേൺ കേട്ടോ ഇത്. ഇതിൻ്റെ ദുപ്പട്ട വീനെക്ക് പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ. അതിൻ്റെ ഗ്രീനും യെല്ലോയും നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. സിംഗർ സുജാത മാം ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീനെക്ക് പാറ്റേണിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളർ പാറ്റേൺ. അത് തന്നെ നിങ്ങൾക്കത് വേണം എന്നാണെങ്കിൽ കുറേ ഞാൻ ചെയ്തുകൊണ്ടാണ് പിന്നീട് അത് യുണീക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കോമൺ കളേഴ്സ് തന്നെ പിന്നെയും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടിട്ട് നമുക്കത് ഇപ്പോൾ കുറച്ച് നാളായി അത് ചെയ്തിട്ട്. ലാസ്റ്റ് വൺ ഇതുപോലെ. ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു കളർ കോമ്പിനേഷൻ. പക്ഷേ ഇതിന് ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ദുപ്പട്ടയിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഓപ്പൺ ചെയ്തത്. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം യുണീക്ക് പീസസ് ആയതുകൊണ്ട് വേഗം സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് നോർമലി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചില വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻസ് വീണ്ടും വരും. അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അപ്ഡേഷൻസ് കിട്ടാൻ പാടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യുക. സ്റ്റോർ വരുന്നത് ആലപ്പുഴയിൽ, തിരുവമ്പാടിയിലും, എറണാകുളത്ത്, തൃപ്പൂണിത്തുറയിൽ എസ് എൻ ജംഗ്ഷനിലുമാണ്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. കാരണം ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.